ഹലോ മലയാളി മക്കളെ, വണക്കം. ഇന്ന് വന്നിട്ട് വലിയതായിട്ട് എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചാൽ വലുതായിട്ടൊന്നും നടന്നിട്ടില്ല. മാക്കപ്പയുടെ എൻട്രി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പണപ്പെട്ടിയുടെ രണ്ടാമത്തെ റൗണ്ട് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സെഗ്മെൻറ്റും ഒക്കെ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു എപ്പിസോഡ് ഒത്തിരി വലിച്ചു നീട്ടുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നു, നമ്മളെ ബോറടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട് അനാവശ്യമായിട്ടുള്ള കുറേ ടാസ്ക് കൊടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ടാസ്ക് അല്ല, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കത് ബോറടിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ബോറടിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ? പെസ്ലാമ. അപ്പോൾ വിശാൽ അർണവിനെ പറ്റിയിട്ടാണ് നമ്മുടെ അൻഷിതയോട് പറയുകയാണ്. അതായത് മെയിൻ ഡോർ വഴി വന്നപ്പോഴത്തേക്ക് അൻഷിത ആയിരിക്കും, അൻഷിതയാണ് ഇവിടെ വിശാലിനായിരിക്കും സന്തോഷം എന്ന് പറയുന്നത്. എന്തിനാണ് ഞങ്ങളെ എന്തിനെയൊക്കെ പിടിച്ചിടുന്നതെന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. ആ സംഭവത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് അൻഷില വന്നാൽ വിശാലിന് സന്തോഷമാകത്തുള്ളൂ എന്ന രീതിയിൽ. അപ്പം അൻഷിത എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അൻഷിത നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അർണവിന് അത് കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നത്. അതായത് ഓവറാവുന്നത്, നല്ലവണ്ണം ഓവറായിട്ടില്ലേ, നല്ലവണ്ണം ഓവറായിട്ട് വിശാലിനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ വിശാലും അത് ദർശിക കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ദർശികയോട് മിണ്ടുന്ന പോലുമില്ല, അർണവും മിണ്ടുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അർണവിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയായിട്ടാണ് അൻഷിത വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഭയങ്കരമായി ഇരിക്കുന്നത് അവിടെ, കിടക്കുന്നത് അവിടെ, നിൽക്കുന്നത് അവിടെ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നില്ല. എനിവേ അതെന്തിലും ആവട്ടെ. പിന്നെ ടാറ്റ കോഫി ഗ്രാൻഡിൻ്റെ ഒരു കോഫി പൗഡറിൻ്റെ മറ്റേ ഡാൻസ് ഇറങ്ങിയിട്ടില്ല, ആ ഡാൻസ് കളിച്ചുകൊണ്ട് അത് പ്ലാസ്മ ടി വി വരും, ഒരു ഹുക്ക് സ്റ്റെപ്പാണ് അത് കാണിച്ചുകൊണ്ട് ആ ടാറ്റ കോഫിയുടെ ഗ്രാൻഡിൻ്റെ ഇത് പ്രൊമോഷൻ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കുടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കോഫിയൊക്കെ വിടുന്നുണ്ട്, അതെല്ലാവരും കുടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് വന്നിട്ട് ടാറ്റയുടെ ഗിഫ്റ്റ് ഹാമ്പറും വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കോഫി പൗഡറും കോഫിയുടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഹാമ്പർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നീട് വന്നിട്ട് റൗണ്ട് 2 പണപ്പെട്ടി. ഇത്തവണ എത്രയാണ്? 2 ലക്ഷം രൂപ, 25 സെക്കൻഡ്, 45 മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ റയാൻ ഓടിട്ടോ. റയാൻ ഓടിച്ചെന്ന് ഞാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശാലുണ്ട് വേറെ മാറി നിൽക്കണം. ഞാൻ പറഞ്ഞത് തീർക്കണം, ടാസ്ക് ലെറ്റർ വായിച്ച് തീരുന്നതിന് മുമ്പ് അവന് ഓടിപ്പോയി. നോക്കിക്കോ, അടുത്ത തവണ വരുമ്പം ഈ ടാസ്ക് എന്ന് അറിയുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും. എന്നിട്ട് എത്ര സെക്കൻഡ് എത്ര മീറ്റർ എന്ന് അറിയുമ്പോൾ എന്നെക്കൊണ്ട് പറത്തില്ല, ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ് അല്ലേ. അത് റയാനാണെങ്കിൽ സെക്കൻഡും മീറ്ററും പറഞ്ഞപ്പോഴാണ് ഓടിപ്പോയത്. വിശാലിനും ഓടാമായിരുന്നു. വിശാൽ അവിടെ ഇരുന്നിട്ട് എന്തെടുക്കാനാണ്? അൻഷിത വന്നിട്ട് അൻഷിതയുടെ അടുത്തിരുന്നിട്ട് എന്തെടുക്കാനാണ് അല്ലേ. അപ്പം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും തമ്മിൽ. അപ്പോഴത്തേക്കാണ് ടാസ്ക് ലെറ്റർ, അതിലെന്താണ് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ കേൾക്കണം. കേൾക്കാതെ ഇരുന്നിട്ട് ഇന്നാൾ ഓടിപ്പോയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നിട്ട് ഒരു കാര്യവുമില്ല. അത് കഴിയുമ്പം റയാൻ ജയിക്കുകയാണ്. 17 മിനിറ്റ് കൊണ്ട് റയാൻ പോയിട്ട് വരികയാണ്. ടക്കേന്ന് വന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. അങ്ങനെ 2 ലക്ഷം രൂപ റയാന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പോകുന്നത് വിജയിക്കുന്ന വ്യക്തിയുടെ ആ എമൗണ്ട് ഇല്ലേ, 15 lakhs, അതിൽ നിന്നാണ് കേട്ടോ കുറയ്ക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും വിശാൽ അൻഷിതയ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒരു കെയറിങ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലവരുടെ ഇടയ്ക്ക് ഞാൻ പട്ടിയെ പോലെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് കെയറിങ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് വിശാൽ ചോർക്ക വാരി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ വീട്ടുകാരുടെ വീഡിയോസ്, ടാസ്കിൻ്റെയൊക്കെ വീഡിയോസില്ലേ, അത് പ്ലാസ്മ ടി വിയിലിട്ട് കാണിക്കാൻ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ അത്രയും എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്, നമുക്കും കൂടെ മനസ്സിലാവുന്നല്ലേ. ഓരോ ദിവസം കാണുന്നതിനെക്കാട്ടിൽ ഒറ്റയടിക്ക് കാണുമ്പോൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് അവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മത്സരാർത്ഥികൾക്ക്, അതായത് ടോപ്പ് 6 ഓപ്പോസിറ്റ് കോമ്പറ്റീറ്റ് ചെയ്യുന്നവരുടെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയുണ്ട് ഓരോരുത്തരെയും, അതായത് 6 പേരിൽ 5 പേര് പറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് സംസാരിക്കുന്നുണ്ട്. ഹാവ് എ ഫൺ അതേ രീതിയിലായിരുന്നു എല്ലാം സംസാരിച്ചത്. ആർക്കും ഫീൽ ആവാത്ത രീതിയിലും. എന്നാൽ പ്രമോയിലൊന്നും കാണിച്ച പോലെ കാര്യമായിട്ടുള്ള ഒരു ടോക്കും നടന്നിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അയ്യോ മുത്തുക്കുമരൻ അങ്ങനെ പറഞ്ഞോ, സൗന്ദര്യം ഇങ്ങനെ ജാക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവരുദ്ദേശിച്ച് വന്ന വേറൊരു കാര്യമായിരുന്നു, അവർ പറഞ്ഞത് വേറൊരു കാര്യമാണ്. അപ്പോൾ മത്സരാർത്ഥികൾക്ക് എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന, അവരുടെ കോമ്പറ്റീറ്റർ എങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നതാണ്. എല്ലാവരും ഫൺ രീതിയിലും എന്നാൽ കാര്യമായിട്ടുള്ള രീതിയിലുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പഴയ സീസണിലെ എൻട്രിയാണ് മാക്കപ്പ എൻട്രി ചെയ്യുന്നത്. ഷോ ചെയ്യുന്ന ആളില്ലേ, അദ്ദേഹം എൻട്രി ചെയ്യാണ്. അപ്പോൾ പറയുന്നുണ്ട് ഈ കോമ്പറ്റീറ്റേഴ്സ് ടോപ്പ് 6 അവർക്ക് ആക്ടിവിറ്റി ഏരിയയിൽ സ്റ്റേജ് പോലെ ഉണ്ടാക്കണം. എന്നിട്ട് മാക്കാപ്പയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ചെയർ ഇട്ടിട്ടുണ്ട്, ഓരോരുത്തരെ വിളിക്കും. പിന്നെ മക്കളുടെ ക്വസ്റ്റ്യനാന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉചിതമായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സൗന്ദര്യമൊക്കെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ.
പിന്നെ റയാൻ്റെയൊക്കെ ഒത്തിരി ഹാർഡായിട്ടൊന്നും റോസ്റ്റ് ചെയ്തില്ല, ഹാർഡായിട്ടൊന്നും സംസാരിച്ചില്ല എന്നിവ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ മാക്കാപ്പയും പോയി. പക്ഷേ ഇന്ന് ദീപക് മഞ്ചേരിയൊക്കെ എൻട്രി ചെയ്യും. പവിത്ര പണപ്പെട്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു അറിവുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അത് കാണുമായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ വിശാൽ പറയുന്നുണ്ട് ജാക്കും സൗന്ദര്യയും പണപ്പെട്ടി എടുക്കില്ല, അവരെടുക്കുകയില്ല എന്നറിയാം. പക്ഷേ സൗന്ദര്യം എടുക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്ന പോലെ കാണിക്കും, പക്ഷെ എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കാണിക്കുന്നത് പവിത്രയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പവിത്ര പോകാൻ വേണ്ടിയിട്ടാണ്. പവിത്ര ഓടി എത്തില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ പവിത്ര പോകണം എന്നുള്ള രീതിയിലാണ്. അതേപോലെ മുത്തുക്കുമാർ ആദ്യമേ പോയിട്ട് അയ്യോ പോകലപ്പോ അപ്പടി ഇരിക്കും ഇപ്പടി ഇരിക്കുന്നു പറഞ്ഞാൽ അത് നമ്മളെ ഒരുമാതിരി പേടിപ്പിക്കുന്ന പോലെയായിരുന്നു. അത് മുത്തുക്കുമാറിൻ്റെ ഗെയിമാണെന്ന് സുനിത വിശ്വസിക്കുന്നില്ല. അതങ്ങനെ ആയിരിക്കുമെങ്കിലോ? അത് അങ്ങനെയൊന്നും അല്ലടി, നമ്മളും രാവിലെ കിടന്നില്ല കൂടെ എല്ലാം ഓടുന്നുണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഗെയിമിലേക്ക് ഇറങ്ങുമ്പോൾ പണപ്പെട്ടിയായിട്ട് ഓടുമ്പോൾ ഒരു ചെറിയ പേര് ഒന്നുമല്ല. പക്ഷെ എന്ന് വെച്ചാൽ അയ്യോ പോകാതിപ്പോ, ആരും പോകാതിപ്പോ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മുത്തുക്കുമരൻ പോയില്ല? മുത്തുക്കുമരൻ പോയില്ലേ? പോകാതിരുന്നില്ലല്ലോ, മാറി നിന്നില്ലല്ലോ. മുത്തുക്കുമരൻ ആദ്യം ഓടിയിട്ടാണ് മുത്തുക്കുമരൻ പറയുന്നത് ആരോടും പോകരുതെന്ന് പറയുന്നത്. അത് മുത്തുക്കുമരൻ്റെ ഗെയിം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയുള്ളായിരുന്നു. ഇത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗടിയായിരുന്നു, ഒരു സുഖമില്ലായിരുന്നു എപ്പിസോഡ് കാണാനായിട്ട്. ആകെക്കൂടി റയാൻ്റെ മാത്രമേ ഉള്ളായിരുന്നു കാണാൻ രസമായിട്ടുണ്ടായിരുന്നു. എനിവേ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. നാളെ ചിലപ്പം മഞ്ചരിയും ദീപക്കും ഒക്കെ എൻട്രി ചെയ്യുന്നത് എപ്പിസോഡാവാം മേ ബി. എന്നാലും നാളെ കാണാം കേട്ടോ.